ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗമാണ് തിരുസഭ നമുക്ക് വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ചയിൽ വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴത്തിന് മുൻപുള്ള ഈശോയുടെ വിരുന്നിന്റെ വിവരണമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നത്. യേശുനാഥൻ ലാസറിന്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നു. ഈശോയെ മർത്ത അത്താഴമൊരുക്കി പരിചരിക്കുന്നു. വിരുന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യുന്ന മറിയം. സുവിശേഷത്തിന്റെ ഇതിവൃത്തം ഇതാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് മറിയത്തിന്റെ പ്രവൃത്തിയാണ്. അവൾ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം നടത്തുന്നു. വിലയേറിയ സുഗന്ധതൈലം ഈശോയുടെ പാദങ്ങളിൽ പൂശി അവൾ തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി തല കുമ്പിട്ട് അവൻ്റെ പാദങ്ങളിൽ പൂശിയ തൈലം തുടച്ചെടുത്ത് അവനെ പരിചരിക്കുന്ന മറിയത്തെയാണ് സുവിശേഷകൻ പരിചയപ്പെടുന്നത്. തൻ്റെ സമ്പത്തും ജീവിതവും കാഴ്ചവെച്ചുകൊണ്ട് മറിയം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒട്ടും തന്നെ മടി കാണിക്കുന്നില്ല. ആ സ്നേഹപ്രകടനം ഈശോ വാനോളം ഉയർത്തുകയും അവളുടെ സ്നേഹപ്രകടനം പിന്നീട് കാൽവരിയോളം നീണ്ടു നിൽക്കുന്നതും നമ്മൾ കാണുന്നു. പ്രിയ സഹോദരരെ, മറിയത്തിൻ്റെ ഈ സ്നേഹപ്രകടനം നമുക്കെല്ലാവർക്കും വലിയ ഒരു വെല്ലുവിളിയാണ്. നമ്മളെ സ്നേഹിക്കുവാനായിട്ട് ഒന്നും തന്നെ ബാക്കി വയ്ക്കാതെ തൻ്റെ ജീവൻ പൂർണ്ണമായി നമുക്ക് ദാനമായി നൽകിയ ദൈവത്തോടുള്ള, ഈശോയോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? അവൻ്റെ ഈ വലിയ സ്നേഹത്തോടുള്ള എൻ്റെ പ്രത്യുത്തരം എന്താണ്? അസാധാരണമായി, ധീരമായി സ്വന്തം ജീവൻ ബലിയായി നൽകിയ ഈശോയെ അവൻ അർഹിക്കുന്ന പോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറിയം തൻ്റെ ചുറ്റുമുള്ള വ്യക്തികളിലല്ല ശ്രദ്ധ ഓടിച്ചത്, മറിച്ച് താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ നാഥനായ ഈശോയിൽ മാത്രമായിരുന്നു അവളുടെ ദൃഷ്ടി പോയത്. പ്രിയ സഹോദരരെ, ഈ ദിനത്തിൽ നമുക്കും ആത്മശോധന ചെയ്യാം. നമ്മുടെ രക്ഷകനായ ഈശോ അവൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന് അർഹനാകുന്നുണ്ടോ? അവനെ സ്നേഹിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അവനെ നമ്മുടെ സകല സ്നേഹത്തിനും ഏറ്റവും യോഗ്യനായ നാഥനായി നമ്മൾ പരിഗണിക്കാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരൾ നിറയെ സ്നേഹത്തോടെ, എൻ്റെ പ്രാണനാഥനായ ഈശോയെ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നെ അതിന് സഹായിക്കണമേ നാഥ. ആമേൻ.